അമ്മ രഞ്ജിത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ബോളി, ഇപ്പം കഴിക്കാൻ പഴംപൊരി, ചിക്കു ഷെയ്ക്ക്. ഇത് അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ ഗ്ലാസ്സാണ്. ഇത്രയും നാളായിട്ട് അത് പൊട്ടിയിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് ആട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. മൈ ഗോഡ്. ചക്കു ചക്കു സേ ഹായ്. എൻ്റെ അമ്മയെ വാട്ടർ ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്സ്. ഓ ഹൗ സ്വീറ്റ് ചക്കു. നാളെ അപ്പ പോടാ. അപ്പ യുകെ പോകും. ചക്കു പോണ്ട അപ്പയുടെ കൂടെ. Are you going back? Yes. Chakku coming to UK? Chakku appa UK. അച്ചോടാ. Amma idya. ഈടാ അമ്മ ഇവിടെ ഉണ്ടാകുന്നത്. ഓ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്നേക്കാണ്. എന്തായിരുന്നു ഈ റെസ്റ്റോറൻറ്റിന്റെ പേര് രഞ്ജിത്ത്? ലെറ്റ്സ് ഡൈൻ എന്നാണ് എൻ്റെ പേര്. കാക്കനാടുള്ളൊരു അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ പിറ്റേ ദിവസം രഞ്ജിത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ അമ്പലത്തിൽ കയറി കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഈ അമ്പലത്തിൽ എന്തായാലും ഒന്ന് പോകണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ പോയി തൊഴുതിട്ട് പിന്നെ നേരെ എയർപോർട്ടിലേക്ക് പോയി. നമ്മളിങ്ങനെ ആ ലെഫ്റ്റ് എടുത്ത് പോവാറോ? ഞാൻ പറഞ്ഞ അത് മാറിക്കൊണ്ട കാര്യമില്ല. എല്ലാവരുടെ ഒരു രഞ്ജിത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചത്തെ ട്രെയിന് ട്രിവാൻഡ്രത്തേക്ക് പോകാം. അങ്ങനെ രാത്രി ട്രിവാൻഡ്രത്ത് എത്തി. പിറ്റേ ദിവസമായിരുന്നു എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സെറ്റിൽ വിശേഷം. ഷോ കാണിക്കാതെ ആദ്യം ആദ്യത്തിന്റെ കാര്യം നോക്കിക്കോ. ഷോ കാണിക്കാതെ ആദ്യം ആദായത്തിന്റെ കാര്യം പോയി നോക്കിയിട്ട് പോവാം. എന്നിട്ടാവാം ബാക്കി. അപ്പോൾ ഈ തവണ എനിക്ക് തിരുവനന്തപുരത്ത് 5 ദിവസം വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എറണാകുളത്ത് വന്നു കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് വീണ്ടും ഒരു ആഡ് ഫിലിമിൻ്റെ ഷൂട്ട് വന്നത്. അപ്പോൾ അത് എറണാകുളത്ത് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ പോകുന്ന വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ട ഇന്ദ്രൻ സേൻ്റെ വീടായിട്ട് കാണിച്ച വീട്ടിലാണ് നമ്മുടെ ഈ ആഡ് ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്നത്. നല്ല ഭംഗിയുള്ള വീട്.
അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളിപ്പോൾ പാമ്പാക്കുട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പപ്പയുടെ പെങ്ങടെ വീടാണ്. ആൻറ്റി വീണൊന്ന് കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൻറ്റീനെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. മൂവാറ്റുപുഴ 6 അല്ലേ? ഇത് ഭംഗിയാണല്ലേ. വാവ്, നല്ല ഭംഗിയുണ്ട്. ഈ കുറെ നേരം സ്കൂളിന്റെ നല്ല സ്ഥലമല്ലേ? നല്ല ഭംഗിയുണ്ട്. കരഭൂമിയോ? Is that place a mountain or like just a mountain? ഇഷ്ടപ്പെട്ടോ ഇവിടെ? കൗണ്ട് ചെക്കോ അവിടെ ചെന്നിട്ട് കാണാം നമുക്ക്. ഫോട്ടോ എടുത്തു. ഓ, അന്നിന്റെ അടുത്ത് സെറ്റായി. എടാ കമ്പനിയായി ഞങ്ങളായിട്ട്. എടാ അവിടെ നിറയെ ആടുകളാണ്. ചക്കു. ഓ, കോഴി ചിക്കൻ. പപ്പങ്ങ. എന്താ? ഓ, അത് ശരി. ഓ, ഇതാണല്ലേ മുട്ടപ്പഴം. ഞങ്ങള് UK പോകുന്നതിന് തൊട്ടുമ്പോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേന്റെ നല്ല മണ്ണാണല്ലേ ഇവിടുത്തെ, ചുമന്ന മണ്ണ്. ഇതിന് നട്ട്മഗ് പീച്ചൊന്നുമല്ല. ഇതെന്താ? അത് ശരി. എന്താ ചാച്ചാ? ഗുജറാത്ത്. ഓ, അപ്പൊ ഇതിനെ നോക്കാനൊക്കെ ആളുണ്ടോ? എന്റെ മോനെ. കറിയും വെക്കാം. ഉച്ചയ്ക്ക് പഴുത്ത് കഴിഞ്ഞാൽ ഒരു മക്ക് ചോവയുണ്ട്. എന്നാലിത് ക്യാൻസറിന് ഭയങ്കര ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കൊണ്ടുവന്ന് വിപണിയിൽ വെച്ചാൽ ഇത് വില കിട്ടും. വീടിനോടുകൂടി ഇങ്ങനെ കിടക്കാണ്. ആന്റി ഓരോന്ന് ഒപ്പിച്ച് നമ്മളെ വിളിച്ചു വരുത്തി. ഇലഞ്ഞി മരമാണ് കേട്ടോ. എൻ്റെ ചെറുപ്പത്തില് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇലഞ്ഞിപ്പൂ ഇങ്ങനെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇലഞ്ഞിപ്പൂ ഇങ്ങനെ ഉണ്ടായി കിടക്കും. ഇലഞ്ഞിപ്പൂവ്. മോനെ പോവാ നോക്കത് എന്ത് ഭംഗിയുള്ള സ്ഥലാന്ന് നോക്ക്. ഇതൊക്കെ കാണാതെ എങ്ങനെ പോണേ? ജാതിക്ക കൊറേ ഉണ്ടായി കിടപ്പുണ്ടല്ലോ. എപ്പോഴും പോവാന്ന് പറയില്ലേടാ. പോവാൻ നമുക്ക് പോവാന്ന് പറഞ്ഞ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മോനെ? കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പോണോളൂ. വന്നേ, ഇതാണ് ജാതിക്ക, ഞാൻ പറഞ്ഞില്ലേ. അത് പഴുക്കുമ്പോ നല്ല ടേസ്റ്റ്, പുളി മധുരം. ശരി.
അച്ചപ്പം ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി ഒറ്റയടിക്കുന്നത് 3 എടുത്ത് വെച്ചേക്കണത്. നല്ല ഫ്രഷ് കറിവേപ്പില. ആ മണം തന്നെയുണ്ട്, ഭയങ്കര മണം. മമ്മി കോവയ്ക്ക് പറിക്കാൻ പോയേക്കുന്നു. ചക്കു ഇഷ്ടായോ ഇവിടെ? ചക്കുകൂട്ടാ ഇവിടെ ഇഷ്ടായോ? ഇവിടെ നിന്നാലോ നമുക്കൊരു ദിവസം? മമ്മി ഇതേ കോവയ്ക്ക് പറിക്കാൻ പോയിട്ട്. ഇല്ല അതെ ചക്കു കണ്ട. Sorry, not sheep. ഇത് ഗോട്ടാണ്, ഗോട്ട്. Sheep. ഇതെന്തുവാ? Goat and rooster. റൂസ്റ്റർ. Cheers. മക്കളും അവനും എന്ത് ചെയ്താ മാറുന്നില്ല. മാറടാ.